Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ദാ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുവാനും അഭിഷേകത്തിനും വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ ഈ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനം. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. ദാ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും യേശുവിൻ്റെ ആ വലിയ അഭിഷേകത്തോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ഈശോ അപ്പനായ ദൈവത്തോട് സ്തുതിച്ചതുപോലെ നമുക്കൊന്ന് സ്തുതിക്കാം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ യേശു ആനന്ദിച്ചതുപോലെ ഞങ്ങളും ആനന്ദിച്ച് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നോളമുള്ള അനുഭവങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. എല്ലാവരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്നായൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആനന്ദത്തിന്റെ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിലേക്കൊക്കെ വെളിപ്പെടുത്തണമേ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. എല്ലാവരും സന്തോഷത്തോടെ കയ്യൊക്കെ അടിച്ച് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഇതാ ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു അഭിഷേകം ഞങ്ങൾ സ്വീകരിക്കുന്നു. ചേർന്ന് കൈയടിച്ച് പാടാം. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടി. അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിനോട് പാടുകയാണ്. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, ആമേൻ. അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. അഗ്നിനദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. അഗ്നിനദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. ആമേൻ, ആമേൻ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കൈകൾ കണ്ടിച്ച്, ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ ദൈവം തീയാണ്, എന്റെ ദൈവം തീയാണ്, മഹത്വത്തിന്റെ തീയാണ്. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവിൻ തീയാണ്, ആമേൻ, ആമേൻ. അണയാനാവാത്ത തീയാണ്, ആത്മാവിൻ തീയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഒരു പുതിയ അഭിഷേകം വിശ്വസിച്ച് സ്വീകരിക്കുന്നു. ഇതാ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവട്ടെ. എല്ലാ ഭാരവും മാറട്ടെ, എല്ലാ എതിർ ചിന്തകളും മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിന്റെ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ കൈകളൊക്കെ കൂപ്പി ഇങ്ങോട്ട് നോക്കി പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവരെ ഒന്ന് വിളിച്ച്, എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് കൈയൊക്കെ കൂപ്പി സന്തോഷത്തോടെ ഒരു പുഞ്ചിരിച്ചു പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ദേ ഈ ദൈവരാജ്യ ശുശ്രൂഷ സമയത്ത് വചനം പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഒരു സ്പെഷ്യലായ
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൃപയാണ് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. പ്രിയപ്പെട്ടവരെ, നോട്ട് ബുക്കും ബൈബിളൊക്കെ എടുത്ത് വചനം എഴുതി പഠിച്ച് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരു വചനം, സുന്ദരമായ വചനം പഠിപ്പിക്കുന്നത് അത് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22. അതായത് നമുക്കറിയാം ഈ വചനം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രബോധനമാണ്. അതിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും ആ വചനം തുറന്ന് നമുക്ക് ശക്തമായിട്ട് ആ വചനം ഒന്ന് വായിച്ച് അതിൻ്റെ അഭിഷേകം സ്വീകരിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതിൽ ആനന്ദത്തെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് സ്നേഹത്തോട് ചേർന്നുള്ള വലിയ ഒരു ഫലമായിട്ടാണ്. സ്നേഹം കഴിഞ്ഞാൽ എന്താണ് രണ്ടാമത്തത്? ആനന്ദം. ആനന്ദം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഉണ്ടോ? പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഉണ്ടോ? പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഉണ്ടെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുടെ പ്രത്യേകത? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 21. ഇവിടെ ഈശോയെക്കുറിച്ച് വചനം പറയുകയാണ്. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. ഈശോ വലിയ ഒരു നിലപാടെടുക്കുകയാണ്. ഇതാ, സ്തുതിക്കാനുള്ള, നന്ദി പറയാനുള്ള ഒരു നിലപാട്. ഈ ഒരു നിലപാടിലേക്ക്, ആറ്റിറ്റ്യൂഡിലേക്ക് ഈശോയെ നയിച്ച ശക്തിയെക്കുറിച്ചാണ് വചനം പറയുന്നത്. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ സമയം തന്നെ, ഏത് സമയം? ഒരു പ്രസക്തമായ ചോദ്യമല്ലേ? ആ സമയം തന്നെ. അപ്പം ഏത് സമയം? നമ്മൾ അതിനെക്കുറിച്ച് വായിച്ചു പഠിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനത്തിന് തൊട്ട് മുമ്പിൽ 17 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. 72 പേർ മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ് വചനഭാഗം. അതായത് 72 പേരെ ശക്തമായൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വിട്ടു. ഇവർ തിരിച്ചു വന്നു. വചനം വായിക്കാം. 10-ാം അധ്യായം 17 മുതൽ, ചാപ്റ്റർ 10 വേഴ്സ് 17 ഓൺവേഴ്സ്. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് 19-ാം തിരുവചനം. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഈശോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നോടും നിന്നോടും പറയുകയാണ്. നിന്റെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, നല്ല കാര്യം. പിശാചുക്കൾ പോലും കീഴ്പ്പെട്ടു, നല്ല കാര്യം. പക്ഷേ നീ അഭിമാനിക്കേണ്ടത് എന്തിലാ? സ്വർഗത്തിൽ നിനക്ക് ഒരു പേരുണ്ട് എന്നുള്ളതിലാണ്. സ്വർഗത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് നിനക്കൊരു ശ്രദ്ധയുണ്ട് എന്നുള്ളതിലാണ് നിന്റെ അഭിമാനം.
പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 വലതും ഇടതും ഇരിക്കുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, സ്വർഗത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. സ്വർഗത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ തന്നെയാണ് വചനം പറയുന്നത്, ആ സമയം തന്നെ. ഏത് സമയം? സ്വർഗീയമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ വചനം പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഈ ആനന്ദം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ടല്ല, മറിച്ച് സ്വർഗീയമായിട്ടുള്ള ഒരു മേഖലയാണ്. ഈ ലോകത്തോട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? അത് നിലനിൽക്കത്തില്ല. എന്നാൽ സ്വർഗീയമായിട്ടുള്ളതാണെങ്കിൽ അത് നിലനിൽക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കൊച്ചു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയാം. ഞാൻ വർഷങ്ങളോളം ഡൽഹിയിലുള്ള ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരു കുടുംബത്തിലൊരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കുറച്ച് ശുശ്രൂഷകർ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞൊരു വൈദികനെ ആ സ്ത്രീക്ക് കാണാൻ ആഗ്രഹമുണ്ട്. കാരണം ആ സഹോദരി ക്യാൻസർ പിടിപെട്ട് അവസാനത്തെ സ്റ്റേജിലെത്തി, മരണത്തോടടുത്തിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ശുശ്രൂഷകരെല്ലാവരും കൂടെ ചേർന്ന് മരണത്തോടടുത്തിരിക്കുന്ന ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. എന്താണ് ദൈവമേ ഈ സ്ത്രീയോട് പറയേണ്ടത്? കാരണം എന്താ? മരണത്തോടടുത്തിരിക്കുന്ന ഒരാളോട് എന്താ പറയാനുള്ളത്? വല്ലാത്തൊരു വിഷമവും ഭാരവും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭാരമുണ്ട്, സങ്കടമുണ്ട്. എന്താ പറയേണ്ടത്? അവിടെ ചെന്നപ്പോൾ അവരുടെ മകൻ എന്നോട് പറഞ്ഞു, അച്ഛാ ദേ അമ്മ അകത്ത് കാത്തിരിക്കുവാണ്, വരൂ. ഞങ്ങൾ അകത്ത് മുറിയിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഈ മുറി കാണിച്ചു തന്നിട്ട് ഈ മകൻ പറഞ്ഞു, അച്ഛൻ ഈ മുറിക്കകത്താണ്, അച്ഛൻ അങ്ങോട്ട് ചെല്ല്. അപ്പം ഞാൻ ശുശ്രൂഷകരും കൂടെ ആ വാതിലൊന്ന് തുറന്നു. എൻ്റെ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. കാരണം മരിക്കാറായിട്ടുള്ള ഒരു സ്ത്രീയാണ്. എന്താ പറയണ്ടേ വല്ലാത്ത ഭാരം. ആ വാതിൽ തുറന്നപ്പോൾ ആ മുറിക്കകത്തുണ്ടല്ലോ വലിയ പ്രകാശം, സുഗന്ധ അഭിഷേകം. എന്ന് മാത്രമല്ല, ഞാൻ കാണുന്ന കാഴ്ച പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, കട്ടിലിൽ ചാരിയിരിക്കുന്ന ഒരു ചേച്ചി. ആ ചേച്ചിയുടെ കയ്യിൽ ഒരു കൊന്ത, നല്ല പുഞ്ചിരി. എന്നെ കൊണ്ടുടനെ ഈ സ്ത്രീ പറയുകയാണ്, അച്ഛാ ദേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അച്ഛൻ വാ അച്ഛാ. പ്രിയപ്പെട്ടവരെ, എന്നെ അടുത്ത ആ കട്ടിലിൻ്റെ സൈഡിൽ ആ സഹോദരി ഇരുത്തി. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ കുറേ സംസാരിച്ചു. ശുശ്രൂഷകരൊക്കെ അവിടെ ഇവിടേക്ക് ഇരുത്തി. ഞങ്ങൾ സംസാരിച്ചതെല്ലാം തന്നെ സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ഔസേപ്പിതാവിനെക്കുറിച്ച്. അതായത് സാധാരണ സംസാര വിഷയങ്ങളൊന്നുമല്ല. ക്യാൻസറിനെക്കുറിച്ചോ സഹനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒന്നും സംസാരിച്ചിട്ടില്ല. ഏകദേശം 1 മണിക്കൂറോളം ഇരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചു. സംസാരത്തിൻ്റെ അവസാന ഭാഗം ഞാൻ ആ സഹോദരിയുടെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തി. എൻ്റെ ശിരസിൽ ആ സഹോദരി കൈകൾ വെച്ചു, എന്നെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവർ, എന്നെ മാത്രമല്ല ശുശ്രൂഷകരെല്ലാവരും അനുഗ്രഹിച്ച് അതിനുശേഷം നന്ദി പറഞ്ഞ് ഞങ്ങൾ ആ മുറിയിൽ നിന്ന് പോന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ അങ്ങോട്ട് പോയത്? അങ്ങോട്ട് പോയത് ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. എന്നാൽ സംഭവിച്ചത് എന്താ? ആ സഹോദരിയിൽ നിന്ന് ഒരു ആശീർവാദം വാങ്ങി തിരിച്ചു പോന്നു. എന്തു മനസ്സിലായി? മരണത്തോട് അടുത്തിരിക്കുന്ന സ്ത്രീയാണ്. പക്ഷേ ഈ സ്ത്രീക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ആനന്ദമാണ്. പിന്നീട് എനിക്ക് മനസ്സിലായത്, ഈ സ്ത്രീയുടെ അടുക്കൽ ആരെല്ലാം ചെന്നാലും അവർക്കുണ്ടല്ലോ വലിയ സന്തോഷം ഉണ്ടാവും. ഇത് ഈ ലോകത്തിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സന്തോഷമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സമ്മാനമാണ്. നമുക്ക് ഈ ചുറ്റുവട്ടത്ത് നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലെന്ന്. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, ഞാൻ നൽകുന്ന സമാധാനം ലോകത്തിൻ്റെ സമാധാനമല്ല. ഞാൻ നൽകുന്ന സമാധാനം സംതിങ് സ്പെഷ്യൽ, ഡിഫറൻ്റാണ്, വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് ഈശോ തന്നെ തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ മനോഹരമായിട്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. 6-ാം അധ്യായം അതിൻ്റെ 33-ാം തിരുവചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാൻ,
ബാക്കിയെല്ലാം കൂടെ കിട്ടും. ദേ തൊട്ടടുത്ത വചനം പറയുന്നു, ആയതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ ആകുലപ്പെട്ടുകൊള്ളും. അല്ലേ? ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നത്, ദേ വിജാതീയരാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തെക്കുറിച്ചൊരു ബോധ്യം കിട്ടിയ വ്യക്തി പിന്നീട് ഭാരപ്പെട്ട് ജീവിക്കരുതെന്ന്. അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 14-17 തിരുവചനത്തിൽ പറയുന്നു, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പൊ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രബോധനം പഠിപ്പിക്കുന്ന എന്താണ്? അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഈ രഹസ്യം ലഭിക്കുന്ന ഓരോ വ്യക്തിയുടെയും പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലൂക്കാസ് വിശേഷം 1-44 തിരുവചനത്തിലും 47 തിരുവചനത്തിലൊക്കെ കാണുന്ന എന്താ? പരിശുദ്ധ അമ്മ ഭാരപ്പെട്ടിരുന്ന, അസ്വസ്ഥപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ സ്ത്രീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറി. പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ തുടങ്ങി. കടന്നു ചെല്ലുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം. എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. അല്ലേ? ശ്രദ്ധിച്ചേ. അതായത് എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു ആനന്ദിച്ചു, സന്തോഷിച്ചു എന്ന വചനം പഠിപ്പിക്കുന്നത് ലൂക്കാസ് വിശേഷം 1-47 തിരുവചനത്തിലൊക്കെ എങ്ങനെയാ വായിക്കുന്നത്? ഈശോയുടെ പെരുമാറ്റ ശൈലി തന്നെ സൃഷ്ടിച്ചേ. എപ്പോഴും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം 10:21 വായിച്ചത് എന്താണ്? ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. ശിഷ്യന്മാരുടെ സ്വഭാവ രീതികൾ എടുത്തു വായിക്കൂ. അപ്പസ്തോല പ്രവർത്തനം 10-52 ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോണം, എല്ലാം തികഞ്ഞവരായി എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഉള്ളതിൽ നിന്ന് അവർക്ക് എപ്പോഴും സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വായിക്കേണ്ടത് അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകമാണ്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ശിഷ്യന്മാരുടെ സ്വഭാവ രീതികളെക്കുറിച്ച് കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 20-23 തിരുവചനത്തിൽ പൗലോസ്ലീഹായെക്കുറിച്ച് പറയുകയാണ്. കാരാഗ്രഹവും പീഡകളുമാണ് എന്നെ കാത്തിരിക്കുന്നെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ആര്? പരിശുദ്ധാത്മാവ്. ഇതിനെക്കുറിച്ച് വീണ്ടും ഫസ്റ്റ് തെസ്സലോനിയൻസ് വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 1 തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി, കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. കണ്ടോ? പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി വചനം സ്വീകരിച്ചു. പത്രോസ്ലീഹ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കും. 1 പത്രോസ് 4-14 തിരുവചനം, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം നമുക്ക് നൽകാത്തത് സ്വർഗം നമുക്ക് തരുവാണ്. അത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഈ ലോകം വെച്ച് നീട്ടുന്നത് എന്തു പറ്റും? അത് കയ്യിൽ നിന്ന് പോകും. എന്നാൽ ഒരിക്കലും നശിക്കാത്ത നിൻ്റെ ഉള്ളിലുള്ളത് ഒരു മനുഷ്യനും നിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തോണ്ട് പോകാൻ പറ്റാത്തതാണ് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഇന്നത്തെ തുടർന്നുള്ള ആരാധന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, പരിശുദ്ധാത്മാവേ, ഈ ആനന്ദത്തിൽ എന്നെ വളർത്തണമേ. ഈ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തെ പഠിക്കാനും പ്രാർത്ഥിക്കാനും ശക്തിയും ബലവും നൽകണമേ. ആ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് തുടർന്ന് മുട്ടുകുത്തി പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിന് വേണ്ടി ആരാധനയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ.
സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഈ ആരാധനയുടെ സമയം അത്ഭുതകരമായ കൃപയ്ക്ക് വേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അൾത്താരയിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഈശോ ഇതാ കടന്നു വന്നിരിക്കുകയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ വരുന്നത് തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നീ ചിന്തിക്കുക, എന്താണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം അനുഭവിക്കുന്നതിന് തടസ്സമായിട്ട് നിൻ്റെ ഉള്ളിലുള്ളത്? ഒരുപക്ഷെ ചില പാപ ദുശീലങ്ങൾ, നമ്മുടെ ഇന്നോളമുള്ള ചില കടന്നു വന്ന പാപ വഴികൾ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പും വിരോധവും നമ്മളെ നശിപ്പിക്കുന്ന തരത്തിൽ ചിന്തിക്കുന്നുണ്ടാവും. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ ആത്മീയമായി ആനന്ദം അനുഭവിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഈ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായ ഒരു വിടുതൽ, ഒരു സൗഖ്യം ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന് സമ്മാനിക്കട്ടെ. രണ്ട് കരങ്ങളും തുടർന്ന് ശിരസിലൊന്ന് കമഴ്ത്തി വയ്ക്കാം, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് പരിശുദ്ധ അൾത്താരയിലുള്ള ശക്തി വെളിപ്പെടുകയാണ്. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജോലി സ്ഥലത്തേക്ക്, നിന്റെ ബന്ധങ്ങളിലേക്ക് ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം വെളിപ്പെടുകയാണ്. നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ ഇന്നോളം എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും, എൻ്റെ സഹോദര സഹോദരി, ഇതാ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് കടന്നു വരുന്ന സമയം രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ, നാവ് തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ചേർന്നൊന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ, ശക്തി, ബലം, അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. എല്ലാവരും സന്തോഷത്തോടെ ഈശോയെ നോക്കി കയ്യെ കടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേ, ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേ, ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. കൈകൾ ഉയർത്തി എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിതം നയിക്കുവാൻ കൃപ നീ നൽകിയിടണേ. സന്തോഷത്തോടെ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിതം നയിക്കാൻ കൃപ നീ നൽകി. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി രണ്ട് കരങ്ങൾ തരേണേ. ഉയർത്തുന്ന സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഇപ്പോൾ തന്നെ ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്നുള്ള ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഓ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്താൽ നിറയപ്പെടാൻ ശക്തിയും ബലവും ലഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക്, നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക്, നിന്റെ ബന്ധങ്ങളിലേക്ക്, നിന്റെ ജീവിത വഴികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആനന്ദം ലഭിക്കട്ടെ, സന്തോഷം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord.
യേശുവേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് ആശീർവാദം സ്വീകരിക്കാൻ പോവാം. ഈ ആശീർവാദം നീ വിശ്വസിച്ചോണം. എൻ്റെ ജീവിതത്തിൽ ആത്മീയമായി ആനന്ദിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളെയും ബന്ധിച്ച് ഈ ആശീർവാദം സ്വീകരിക്കുകയാണ്. യേശുവിൻ്റെ ആനന്ദം അതെന്നും ഉള്ളിലുണ്ടാവാൻ ആഗ്രഹിക്കാം. അത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ നൽകിടണേ നാഥ, ആത്മാവേ നൽകിടണേ, ആത്മാവേ നൽകിടണേ നാഥ, ആത്മാവേ നൽകിടണേ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി തരേണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി തരേണേ.